ഹലോ എവരിവൺ. ഇന്ന് നമ്മളോട് പറയാൻ പോകുന്നത് ഒരമ്മ പെറ്റ രണ്ട് മക്കളെ കുറിച്ചാണ്. ഏതാ മക്കളെന്ന് അറിയണ്ടേ? റിസ്ക് ആൻഡ് ലക്ക്. ഏതൊരു കാര്യം എടുത്താലും ലൈഫിൽ നമ്മൾ ഏതൊരു കാര്യം ചൂസ് ചെയ്യാന്നുണ്ടെങ്കിലും ആ കാര്യത്തിനൊപ്പം രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടാവും. ഒന്ന് റിസ്ക്, മറ്റൊന്ന് ലക്ക്, അല്ലേ? സി, ഇത് ഒരു എന്താ പറയാ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ റിസ്ക് ആൻഡ് ലക്ക് എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ വളരെ നന്നായിട്ട് സക്സീഡ് ആവും. അതേസമയം നമ്മുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് നമ്മളെ പ്രതികൂലമായി ബാധിച്ചാൽ നമ്മൾ നന്നായിട്ട് എന്താ പറയാ ലൈഫിൽ ഡ്രൗൺ ചെയ്യാം. ബട്ട് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഈ രണ്ട് മക്കളെ കുറിച്ചല്ല. ഇത് കാരണം നമ്മൾ എടുക്കാതിരിക്കുന്ന ഡിസിഷൻസിനെ കുറിച്ചാണ്. കാരണം ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് എന്താ പറയാ സ്റ്റഡി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇതിന് ഇത്രത്തോളം റിസ്ക് ഉണ്ട് എന്ന് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡിസിഷൻസ് നിങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതാണ് കൂടുതൽ. സോ ഞാൻ ഇവിടെ പറയുന്നത് റിസ്ക് അതുപോലെ തന്നെ ലക്ക് എന്നൊരു ഫാക്ടറും കൂടി ഉണ്ട്. എല്ലാവരും എപ്പോഴും റിസ്കിനെയാണ് കാൽക്കുലേറ്റ് ചെയ്യും, മുൻനിർത്തി അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ട് ഇങ്ങനെ വന്നാലോ എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തിക്കുന്നത്. ലക്കിനെ ആരും അവിടെ നോക്കുന്നില്ല. അതെന്താ? ഒന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിട്ട് ഒരു ഡിസിഷനെ എടുക്കാതിരിക്കരുത്. ലൈക്ക് നെവർ നോസ് അൺലെസ് ഇറ്റ് ഹാപ്പൻസ്. സോ we should at least try. It's better to take the decisions and accept the decisions, whether it's a luck or risk, and move on. Accept the situations and move on. അത് പറയാന്ന് കരുതി ഈ രണ്ട് മക്കളെ കുറിച്ച്. അപ്പൊ ശരി.